പ്രിയങ്ക ഗാന്ധിയെ കാണാതിരിക്കാൻ ചില കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടോ എന്ന് സംശയമുണ്ടെന്നുള്ള വയനാട് DCC മുൻ ട്രഷറർ NM വിജയന്റെ മരുമകൾ പത്മജയുടെ പ്രതികരണമാണ്. അച്ഛൻ ജീവിച്ച വീട്ടിൽ ആരെല്ലാം വന്നു പോയെന്നുള്ള കാര്യം തങ്ങൾക്കറിയാം. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയും. ഇനി പരാതിയുമായി കോൺഗ്രസ് നേതാക്കളുടെ അടുത്തേക്ക് ചെല്ലില്ല എന്നും പത്മജ പറഞ്ഞു. ആഷിഖ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. വയനാട് ജില്ലയിൽ കോൺഗ്രസിനെ തന്നെ ആകെ ആടി ഉലയിച്ച ഒരു സംഭവമായിരുന്നു വയനാട് DC മുൻ ട്രഷറായിരുന്ന NM വിജയന്റെ മരണം. ആ മരണത്തിന് ശേഷം ഈ കുടുംബത്തിനെ കടബാധ ഏറ്റെടുക്കാമെന്ന കോൺഗ്രസ് നേതാക്കളുടെ അറിയിച്ചു. പക്ഷേ ഏകദേശം 4 മാസം പിന്നിടുമ്പോഴും ഒരു തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് കുടുംബം ഇന്നലെ പ്രിയങ്ക ഗാന്ധിയെ കാണാൻ എത്തിയതും പക്ഷേ പ്രിയങ്ക കാണാൻ കൂട്ടാകാതെ പോയതുമെല്ലാം നമ്മൾ കണ്ടതാണ്. ഈ വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ് കുടുംബം. പ്രത്യേകിച്ച് 10 ദിവസത്തിനുള്ളിൽ തീരുമാനമായില്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയുന്നതെല്ലാം കുടുംബം പറയുന്നുണ്ട്. ഇപ്പോൾ NM വിജയന്റെ മരുമകളായുള്ള പത്മജ നമ്മളോട് ചേരുകയാണ്. നമ്മൾ പുറത്തുനിന്ന് കാണണം എന്ന് പറഞ്ഞു. കാണാൻ വേണ്ടി നമ്മൾ കുറെ നേരം വെയിറ്റ് ചെയ്തു. മനഃപൂർവ്വം നമ്മൾ അകത്തേക്ക് കയറ്റിയിരുത്തിയിട്ട് ഒരു ചെയർ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു അവിടെ വെയിറ്റ് ചെയ്താൽ മതി, മേഡത്തിനെ കാണാമെന്ന് പറഞ്ഞു. അതിനുശേഷം മേഡം പോവുകയാണ് ചെയ്തത്. എത്രയും ഒരു ലാഘവത്തോടുകൂടി നമ്മുടെ കേസ് കാണുന്നു എന്ന് നല്ല ഫീല് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളോട് അന്ന് പറഞ്ഞത് കുടുംബത്തിന്റെ സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുക്കും, നിങ്ങൾ നല്ല ബോൾഡായിട്ട് ജീവിക്കണം, ക്യാഷിന്റെ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അത് കോൺഗ്രസ് ഏറ്റെടുക്കുന്ന പ്രിയങ്ക ഞങ്ങൾക്ക് ഉറപ്പ് തന്നതാണ്. ഇപ്പം അത് എന്തുകൊണ്ടാണ് പാലിക്കാതെ മനസ്സിലാക്കുന്നത്? കാരണം അവർ കാണാൻ പോലും കൂട്ടാക്കുന്നില്ല. ഒന്നെങ്കിൽ ഇന്നലെ അവിടെ ഉണ്ടായിരുന്ന നേതാക്കൾ, ആ നേതാക്കൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, പ്രതികൾ തന്നെയായിരുന്നു ഇന്നലെ അവിടെ ഉണ്ടായിരുന്നതും. അവർ മനഃപൂർവ്വം ഒന്നെങ്കിൽ ഞങ്ങളെ പ്രിയങ്ക മേഡത്തിന്റെ അടുത്തേക്ക് എത്തിക്കാതിരിക്കാൻ കളിക്കുന്നതായിരിക്കും, ഒന്നെങ്കിൽ മേഡം അറിഞ്ഞു കാണില്ലായിരിക്കും. ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കാനാണ് കൂടുതൽ ഇഷ്ടം. കാരണം വീണ്ടും ഞങ്ങളെ ചതിച്ചു എന്ന് പറയുന്നതിനേക്കാളും മേഡത്തിന് അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല എന്ന് വിശ്വസിക്കാനാണ് ഇപ്പോഴും ഇഷ്ടം. 10 ദിവസത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി എന്താ അടുത്ത നിലപാട്? അല്ല, 10 ദിവസം എന്ന് പറഞ്ഞത് അച്ഛൻ പറഞ്ഞതുപോലെ പാർട്ടിക്ക് വീണ്ടും നമ്മളായിട്ട് ഒരു കളങ്കം വരുത്തണ്ടെന്ന് കരുതിയിട്ടാണ്. പക്ഷെ ഇത് ഞങ്ങളുടെ നിവൃത്തികേടാണ്. ഈ 10 ദിവസം ഞങ്ങൾക്ക് കൂടുതൽ ടൈമില്ല, വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ടൈമില്ല. ഞങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ 10 ദിവസം അവർ ചെയ്തിട്ടില്ല എങ്കിൽ ബാക്കി നടപടികൾ ഞങ്ങൾക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ. അതിനുള്ളത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഈ കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ഇനി എന്തെങ്കിലും അങ്ങനെ പുറത്തു പറയാത്ത വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അതായത് ഞാൻ പറഞ്ഞല്ലോ, എന്തായാലും ഇപ്പം നിലവിൽ ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കഴിഞ്ഞു പോയിട്ടുള്ളത്. ആരാണ് തെറ്റ് ചെയ്തത്, ആരുടെ മുഖമാണ് ഇവർ സംരക്ഷിക്കാൻ നോക്കുന്നത്, എല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾ ഈ വീട്ടിൽ ജീവിച്ച മനുഷ്യന്മാരാണ്, അച്ഛന്റെ കൂടെ ജീവിച്ച മനുഷ്യന്മാരാണ്. ഞങ്ങൾക്ക് പറയാൻ കാര്യങ്ങളുണ്ടാവും. ഇത് എല്ലാം ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ബാങ്ക് ത്രൂ നിങ്ങൾക്ക് അന്വേഷിച്ച് അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഞങ്ങൾക്ക് ക്യാഷ് ആയിട്ടൊന്നും ഇവര് തരണ്ട. എല്ലാം ബാങ്കിലേക്ക് അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിനെന്തിനാണ് ഇത്ര ലാഗെന്ന് ഞാൻ ചോദിക്കുന്നുള്ളൂ. എല്ലാം ഒരു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവർക്കെല്ലാം ഹോൾഡുള്ള ആൾക്കാരല്ലേ. എല്ലാം ഒന്ന് അന്വേഷിച്ചു എന്നാണ് അവർ പറയുന്നത്. അന്വേഷിച്ചു, അവർക്കും ഉറപ്പ് വരുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ അത് ചെയ്ത് തീർക്കാൻ എന്തിനാണ് ഇത്ര താമസം എന്ന് മാത്രമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. ഇനി ആരെയും ഇതിന്റെ പുറകെ ഞങ്ങൾ പോവില്ല. കാരണം ഒന്നാമതേ ഇങ്ങനെ പോയി നമുക്ക് ശീലമല്ല. ഞങ്ങൾ സാധാരണക്കാരാണ്, ഞങ്ങൾ അധ്വാനിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരാണ്. ഇത് ഇങ്ങനെ ഒരു അബദ്ധത്തിലേക്ക് അച്ഛൻ പോയത് എന്തുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ പോയത്? അച്ഛൻ പറ്റിക്കപ്പെടുമായിരുന്നു എന്ന് വ്യക്തമാണ്. ഒരു മനുഷ്യൻ അത് അത്രയും ഒരു കളങ്കമില്ലാത്ത മനുഷ്യനായതുകൊണ്ടാണ് പറ്റിക്കപ്പെടാൻ നിന്ന് കൊടുത്തു എന്ന് വേണം പറയാൻ. അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് ഞങ്ങളാണ്. അതിനെയാണ് കുടുംബം നിലപാട് വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് ഈ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു നടപടി, അതായത് കൃത്യമായി ഈ പ്രശ്നം പരിഹരിക്കുന്നു പറയുമ്പോൾ എപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന ഒരു കാര്യം കുടുംബത്തിന് ഉറപ്പ് നൽകുന്നത് എത്രയും പെട്ടെന്ന് നൽകണം, ഇല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയുമെന്ന് തന്നെയാണ് കുടുംബവും വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ റെൻഡിയോടൊപ്പം ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, വയനാട്.